ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഈ ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിലെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം, നിങ്ങൾ ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരു ഇവൻ്റ് ആയിരിക്കാം, നിങ്ങൾ ഓർക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഓർത്തുകൊണ്ടിരിക്കുന്ന ചില മെമ്മറീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസസ്, അതായത് അപ്സെറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള പല എക്സ്പീരിയൻസും സീക്രട്ടായിട്ട് ആരോടും ഷെയർ ചെയ്യാതെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഇത് ഇവഞ്ച്വലി നിങ്ങൾ ഇന്റേണലൈസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും എല്ലാം ഇത് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ആ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നു ആ ടൈമിൽ, നിങ്ങൾക്ക് എന്തൊക്കെ റീകോൾ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം മാക്സിമം റീകോൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ്സ് എഴുതുക. ഇങ്ങനെ 4 days കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യാം. പലപ്പോഴും നിങ്ങളുടെ പ്രസൻറ്റിംഗ് ആയിട്ടുള്ള പല ഇഷ്യൂസിൻ്റെയും റൂട്ട് കോസ് ഈ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾ പല കോപ്പിംഗ് മെക്കാനിസം നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിലുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഇത് പോസിറ്റീവായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ സെൽഫ് അവയർനെസ് മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങളുടെ പല പ്രസൻറ്റിംഗ് ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻ കൂടിയാണ്.